എനിക്ക് 40 വയസ്സ്. 40 വയസ്സുള്ളോ? പിന്നെ അത്രയുണ്ടല്ലേ? പിന്നെ ആഹാ. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. അത് അമ്മയുടെ മൂത്ത മകനും കുടുംബമാണ്. വിവീന പോയില്ലേ പഠിക്കാൻ കോളേജില്? ഇതാ മകൻ. അവിടെയാണോ? ആ അപ്പൊ എങ്ങനെയാ ഓരോ ദിവസം വരുമോ? ആ വരും വരും. ഓരോ ദിവസം ഇല്ല, അവധിക്ക് വരും. ഷോയിയുടെ ആശുപത്രിയാ. അവൻ എന്നിട്ട് കീമിന് പരീക്ഷയൊക്കെ എഴുതാൻ പോയിട്ട് വന്നിരിക്കുക. കീമൊക്കെ പോയത് എഴുതിയിട്ട് വന്നിരിക്കുക. അവന് കാഞ്ഞിരപ്പള്ളിയായിരുന്നു സെൻറ്റർ കിട്ടി. 2 മണിക്ക് പരീക്ഷ തുടങ്ങി 5 മണിയായപ്പോഴാണ് അവരെ ഇറക്കി വിട്ടെ. വിവാനെന്നാ ഇങ്ങനെ നിൽക്കണം? നിൽക്കണം പഠിക്കാനൊന്നുമില്ലേ? അതെ. മാസം കഴിയണം. സന്ധ്യയായിട്ട് പോലും അറിയത്തില്ല. നേരം വെളുപ്പില്ല. സന്ധ്യയായി കെട്ടുമുണ്ട്. നല്ല വെയിൽ. ഇപ്പോഴാ നേരം വന്നിട്ട് ഇപ്പോഴാ ഉച്ച കഴിഞ്ഞാ ഇപ്പോഴാ വെയിൽ കയറിയത്. വേറെ വെയിലില്ല. അമ്മയ്ക്കൊന്നും അറിയത്തില്ല. എന്നാ ശരിക്കും കറക്റ്റ് അറിയാം. ലഭിച്ചു കഴിഞ്ഞാണ് വെയിൽ തരുന്നത്. ഇതെന്നാല് അത് ഞാൻ ചൂട് പിടിച്ചാ ചോദിച്ചിരിക്കാൻ നടുവിൽ. അത് എടുത്ത് പാത്രമില്ല. അത്യാവശ്യപ്പെടുന്ന തപ്പി നന്നാ കിട്ടിയല്ല. അവിടെ ഇവിടെ കൊണ്ടു പൊന്തയൊക്കെ ചെല്ലുന്നുണ്ടല്ലോ. ഒന്ന് കൈ പിടിച്ചേ ഉള്ളൂ. ചില സമയത്തൊക്കെ തുടങ്ങി നിർത്തിയല്ല. നമ്മളൊരു ചോക്ലേറ്റ് എന്തെങ്കിലും കൊണ്ട കൊടുത്ത് വിഷയം മാറ്റി വിടണം. അതിനെ ചോദിച്ചോണ്ടല്ലോ ചുമക്കുണ്ട് ഒത്തിരി അങ്ങനെ ആയിക്കഴിയുമ്പോ. ഞങ്ങളിത് ഇവിടെയാ താമസിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെയാ താമസിക്കുന്നത്. ഇവിടെ ഈ വീട്ടില്. അമ്മച്ചിയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വന്തയൊക്കെ ചെല്ലി. മഴ എവിടെയാ? മഴ ഇവിടെ അടുത്താ. മടത്തി ഇനി നിക്കുന്നില്ല. ഇവിടെ നിൽക്കുകയാണ്. ശ്രീകോപുരം വേണം. അല്ലേ മുത്തപ്പൻ്റെ നാമാണ് എല്ലാവർക്കും. അത്താഴമൊക്കെ കഴിച്ച് അതൊക്കെ അങ്ങ് പോവും. ഇന്നിവിടെ കിടക്കട്ടല്ലേ? ഇന്നിവരിവിടെ കിടക്കട്ടെ. ഇവിടെ നിന്ന് കിടക്കട്ടെന്നവര് സിസ്റ്റർമാരെ നമുക്ക് കൂട്ടായിട്ട്. കുഴപ്പമില്ലല്ലോ. അത്താഴം തരണം അല്ലേ? അത്താഴം തരണം. കാപ്പി തന്നു. ഇനി അത്താഴം, പിന്നെ പ്രാർത്ഥന. എല്ലാവർക്കും വേണം. ഇനി മെയ് മാസം ഇതാണോ ചാച്ചന? അത് ചാച്ചൻ. ചാച്ചന ഇപ്പം 65 വയസ്സിലാണ് മരിച്ചത്. അറ്റാക്കായിരുന്നു ചാച്ചന്. ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നതാണ്. ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. പിന്നെ വലിവിൻ്റെ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. വീടോ? വീട് പാലായി. പാലാ. നല്ല സ്ഥലമാണ്. എല്ലാ സൗകര്യം ഉണ്ടല്ലേ? വെള്ളത്തിനൊന്നും പറ്റില്ലല്ലോ. ഒരുപാട് സ്ഥലത്തൊക്കെ ഒരു ഇച്ചിരി ചൂട് കൂടി കഴിഞ്ഞപ്പോ ഏത് ബിജു വന്നോ? 1 മാസമായോ? വീട് എവിടെയാ? പാലായിലാണ്. അടുത്താണല്ലോ. ഒറ്റ ഓട്ടോ. പാലായിക്ക് ഒറ്റ ഓട്ടോ. അവര് വീട്ടിലല്ലമ്മേ, മഠത്തിലല്ലേ നിൽക്കുന്നേ. അവർക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? അവർക്ക് വീട്ടിൽ പോയാലും ഓടി പോരണ്ടേ? അവർ വീട്ടിൽ പോയാലും ഓടി പോരണം.
എന്തോരുണ്ടെന്ന് സന്ധികാരി കുറേ കണ്ണിന് മൂടുള്ള ചെറുതായിട്ട് അമ്മയ്ക്കോ കാഴ്ചയുണ്ട്, ചെവിക്ക് വെച്ചിട്ട് പ്രശ്നമുള്ളൂ. ഉറക്കെ പറയണം. ഒരു പ്രഷറിനുള്ള മരുന്ന് സ്ട്രോക്ക് വന്നതല്ല, അങ്ങനെയല്ല ഓർമ്മ പോയത്. നമുക്കിവര് സിസ്റ്റർ വന്ന സമയത്തല്ലായിരുന്നോ? ഇവരുടെ നോട്ടം കൊണ്ടാണ് അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളെവിടെ ഇരിക്കണേ അത്ര സിസ്റ്റർ വന്ന സമയത്തായിരുന്നു. അതെ. അത് വെച്ച് ഞാൻ പറഞ്ഞ 6 വർഷം പൂർത്തിയായി മാർച്ചില് വന്നിട്ട്. കിടന്നു പോയായിരുന്നു. ഇരിക്കണേ ആരും ഏറ്റുവരും പറഞ്ഞൂല, ഞങ്ങൾ പോലും വിചാരിച്ചതല്ല. ഞങ്ങൾ പൊക്കിയെടുത്താ അതുപോലെ ഞങ്ങൾ പൊക്കിയെടുത്താ അത് ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹമുണ്ട്. ഇരുന്നോട്ടെ, കിടക്കാതിരുന്നേച്ചാ മതി, അത്രേ ഉള്ളൂ. നമുക്ക് ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ, കിടന്നു പോകാതിരുന്നാ മതി. കിടക്കുന്നവരുടെ പിന്നെ വരുന്ന ബുദ്ധിമുട്ടുകൾ അതെ അതെ അതാണ്. നമുക്കും പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഓരോ അസുഖങ്ങളും വന്നോണ്ടിരിക്കുമല്ലേ. ഇപ്പൊ ഇതിങ്ങനെ പ്രാർത്ഥിച്ചും പിറക്കിയും പിള്ളേരോടായാലും വേണ്ട രീതി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളോട് ഒന്നിനുമില്ല, പിന്നെ നമുക്ക് ഇതിന് നോക്കണം, ഒന്നും ഒത്തിരി പോകാൻ പറ്റത്തില്ല എന്നുള്ളൊക്കെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. അതൊന്നും സാരമില്ല. നമ്മളോട് നല്ല സ്നേഹമാണ്. പ്രായമായ അപ്പനും അമ്മയും വീട്ടിലിരിക്കുന്ന ഐശ്വര്യവും. എന്നാ ഞങ്ങള് പതുക്കെ പിടിച്ചു കഴിഞ്ഞില്ലേ? സിസ്റ്ററിന്റെ വീട് എവിടെയാ? സ്വന്തം വീട് എവിടെയാ? എന്റെ പാലായ പാലല്ലേ? അപ്പം ഇരുന്ന് നമ്മുടെ ഏതായിരുന്നു ഇങ്ങനെ വരുന്നതിന് മുമ്പ്? മംഗളാരം. മംഗളാരാമ. ആ ആ ആ മംഗളാര നമ്മുടെ കിടങ്ങൂരിൽ നിന്ന് കയറി പോകണം അല്ലേ? എവിടെ ഇരിക്കണേ ഇപ്പം ശ്രീബാപുരത്ത്. ശ്രീമാപുരം. എന്നാ എവിടെയാണ് ആ ഞങ്ങള് കാണുന്നില്ലല്ലോ. ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നുണ്ടല്ലോ. മറന്നു പോയിട്ടാ. അത് ഇടയ്ക്കിരുന്ന് പറയും, ആണ്ട പറഞ്ഞു സിസ്റ്റർമാർ പോകണ്ടെന്ന് പറയും. അങ്ങനെ കാണും, കണ്ടുപിടിക്കും, പറയും സിസ്റ്റർമാരാണ്. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാണത്തോളം ഇവിടെ ഇരുന്ന് എന്നും പറ്റുന്ന സമയത്ത് എന്നും പള്ളി വരുമായിരുന്നു കേട്ടോ. ഞാനൊക്കെ സ്വന്തം വീട് എവിടെയാ? വീട് എവിടെയാ? എന്ന് വെള്ളിയാഴ്ച ഞായറാഴ്ച പാലായിലാണ്. അത് മസ്റ്റായിട്ട് പോകുമായിരുന്നു. വെള്ളിയും ഞായറും 2 ദിവസങ്ങളില്. ആ 2 ദിവസങ്ങളിൽ കുളിക്കുന്ന, പള്ളി പോകുന്ന തലേ ദിവസം കുളിക്കും, പിന്നെ കുളിയില്ല. അതുകൊണ്ട് ഇപ്പം കുളിക്കാനായിട്ട് സമ്മതിക്കുകയോ ഇല്ല. 2 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കും, തന്നെ കുളിക്കുകയല്ലേ. മറന്നു പോവുക, ഒരു വശം തല നനച്ചാൽ ദേഹം നനയ്ക്കണ കാര്യം മറന്നു പോകും. അങ്ങനെയാ തന്നെ ചെയ്യാനും ഇപ്പം പാടാന്ന് മേല ശരീരം ചെയ്യാൻ പാടാ. എന്റെ അമ്മച്ചിയാണെങ്കിൽ സ്ട്രോക്ക് വന്ന് വീണച്ച് 2 കൈ ഒടിഞ്ഞു. അയ്യോ 2 കൈ ഒടിഞ്ഞു. ആണോ? അതൊക്കെ ആണെന്ന് ഈ വലിയ പാട് വരുന്നത്. അധികം കിടന്നില്ല കേട്ടോ. ആ മരുന്ന് എടുത്തോണ്ടിരുന്നാണോ പ്രഷറിന്? അതോ പ്രഷറിന് വലിയ കാര്യമായിട്ടില്ലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ വന്ന് വീഴുമ്പോഴാണ് കണ്ടുപിടിച്ചത്. സ്വന്തമാർക്ക് അവിടെ സുഖമൊക്കെ ആണോ? പിന്നെ സ്ഥലങ്ങളൊക്കെ പെടുത്താണോ? ആ നല്ല നല്ല സ്ഥലമല്ല ഇത്. പാല ശ്രീബാപുരം. പാലായിൽ വീടാമേ. വീട് പാലായിലെ വീട് അവര് സ്വന്തം വീടാണ് പാലായില്. പാല തീർന്നു. പാലായിലെ വീടാണ് സ്വന്തം വീട്. യുവാവൂരാണ്. ആ ശ്രീബാപുരത്താണ് ഇരിക്കുന്നത്. ചില സമയത്ത് ഇങ്ങനെ ശ്രീബാപുരത്താണ് ഇരിക്കുന്നത്. ശ്രീബാപുരം മഠത്തില്. യുവാവൂരത്തോ? ആ ഇതെന്നാ അതാ എളുപ്പം വരാനും പോകാനും. ആ. അധികം വണ്ടിക്കൂലിയും വേണ്ട. വരുന്നോ? അതെ. മടത്തി വരുന്നോ? കൊണ്ടുപോകാം. പോവാണോ? മടത്തി വരുന്നോ? മടത്തി വരുന്നോ? കൊണ്ടുപോകാം. മടത്തി വരുന്നോ? പോരാന്നോ? മടത്തിയിൽ വരുന്നോ? മടത്തിലോട്ട് വരുന്നോ? ഇപ്പൊ പോയതിനെ അറിയത്തില്ല. വീട്ടിൽ സ്ഥലം ഒന്നും ഞങ്ങൾ കൊണ്ടുപോകാം. ആൾക്കാരുടെ കൂടെ നടന്നും ചെന്നും വന്നും ഒക്കെ വേണമെങ്കിൽ പഠിക്കാനല്ലേ? എല്ലാം നമുക്ക് നല്ല പ്രായത്തിലൊന്നും ഒന്നും പോയിട്ടില്ല. എന്തെങ്കിലും ഇങ്ങനെ അത്യാവശ്യം പെർഫോമൻസ് സിസ്റ്റർമാരുടെ സത്ത് പോകും, അത്രയും ഉണ്ടായിരുന്നു. നീ ഇപ്പോൾ സിസ്റ്റർമാരെവിടെ ശ്രീബാപുരത്ത്. ശ്രീബാബുരത്ത് ഇവിടെ പാല് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പാല് ഉണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. അവരുടെ മുത്തപ്പൻ്റെ എവിടെയാണ്? ഞാൻ ഇടയ്ക്ക് ഇനി വരാം കേട്ടോ. ആ
ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഉമ്മ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സിസ്റ്റർ പേരെന്നാ? ഒരാളെ മാറി വന്നിട്ടല്ലോ. 3 പേര് വന്നിട്ടുണ്ട്. ആണോ? 2 പേരോട് വരും. ആ ഒക്കെയാണല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിപ്പോ 5 പേരോ? മറ്റേ സിസ്റ്റർ ലിസി പോയി. വീട്ടുപേരിന്റെ പേരെന്നാ എന്തോ താമസിക്കണ വീടിന്റെ ശ്രീവാപുരം മഠം. ആണോ? ആ എളുപ്പമാണല്ലോ എല്ലാവർക്കും അറിയാൻ ചിത്രന്മാരുടെ ആ കേട്ടോ. ശരി ഷെയറിങ് ഓക്കെ. അമ്മയ്ക്ക് എന്നാ ചായ? ചായ കുടിച്ചോ? ഇവിടെ ഒരു മഠം വേണ്ടതായിരുന്നു. നമുക്കിവിടെ മഠം ഉണ്ടല്ലോ. ഏത് നമ്മുടെ മഠം അപ്പുറത്തല്ലേ? എന്താ പോകും ആ ഓട്ടാ പോകും. ആ അവർ പോയി, ഇങ്ങോട്ട് പോയി. നമ്മുടെ മടേ നീ എങ്ങോട്ടാ പോണേ? അവിടെ ഒരു മഠത്തിലോട്ട് പോയതാ. ഏ? മഠത്തിലോട്ട് പോയതാ. ആണോ? ആ അവിടെയാണോ മഠം? ആ അവിടെയാ മഠം. ആ മഠത്തിന്റെ പേരെന്നാ? എഫ്സി കോൺവെൻറ്റ്. ഏ? എഫ്സി കോൺവെൻറ്റ് മഠം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ, എപ്പോഴും അമ്മ പറയുന്നതാണല്ലോ. അതെ, സിസ്റ്റർമാരാണ്ട പോണെന്ന്. വഴി അധികമില്ല, അതുകൊണ്ട് സാരമില്ല. ആ വഴി അതില്ല, ഇച്ചിരി പോയാൽ മതി. വരാനും ഒക്കെ ആ ഇച്ചിരി പോയാൽ മതി. ഒരു സന്ധ്യ ആയി കഴിഞ്ഞാലൊക്കെ ഭയങ്കര പാടാം. ആ ഇച്ചിരി ദൂരമല്ലേ ഉള്ളൂ. മഴ ഇരുട്ടു ആയാൽ പിന്നെ പറയുന്നു. ആ അത് തന്നെ, അധികം ദൂരമില്ലല്ലോ, പെട്ടെന്ന് ഇല്ലുമല്ലോ. ഞാൻ ഏത് വീട്ടിലോട്ടാ പോകേണ്ടതെന്ന്? ഞങ്ങളുടെ വീട്ടു ഞങ്ങളുടെ വീട് ഏത്? ഇവിടുത്തെ ലിവാവരത്തെ വീട് ഇതാ. മുത്തപ്പൻ്റെ അപ്പുറം മുത്തപ്പൻ്റെ അപ്പുറം അപ്പുറത്തെ വീട് ഇത് തന്നെയാണ്. ഉം? മുത്തപ്പൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട് ഇത് തന്നെയാണ്, വേറെ വീടൊന്നുമില്ല. മുത്തപ്പൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട് ഇതാന്നേ, വേറെ വീടൊന്നും ഇല്ലെന്നേ. വീടും ഒന്നും അല്ലാതെ അവിടെ വന്നു സൗകര്യങ്ങളും ആ ആ പള്ളിയോട് ചേർന്ന് പെരുമാറുമാറും ആ ആയിട്ട് എല്ലാം ഒത്തിരി രോഗത്തിലാണ് ജീവിക്കണം. എല്ലാവരുമായിട്ടല്ലേ? ലോകത്തിലല്ലേ പിന്നെ ജീവിക്കണ്ടേ? അത് കാരണം ഒരു കാര്യത്തിനൊരു തടസ്സമില്ല. ആ തടസ്സമില്ല. എല്ലാവരുമായിട്ട് ലോകത്തിൽ ജീവിക്കണം, അല്ല പിന്നെ ഇങ്ങനെ ശരിയാകുന്നേ. എല്ലാവരുമായിട്ട് ലോഹിത്തിൽ ജീവിക്കണം, അല്ല പിന്നെ ഇങ്ങനെ ശരിയാകുന്നേ. എല്ലാവരും ലോഹിത്തിൽ ജീവിക്കണം. യോജിപ്പിച്ചോ? ആ അതിനൊന്നും കുഴപ്പമില്ല. അല്ല പിന്നെ എങ്ങനെ ശരിയാകുന്നേ? ഒന്നും ആർക്കും ഒരു പിന്നാലൊന്നും വഴക്കായ പിന്നെ കുഴപ്പമല്ലേ? സാധാരണ മത്സരിപ്പോരല്ല അവരൊക്കെ. അവരൊക്കെ ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവർ. ആരാ? സിസ്റ്റർമാരും ആ അതെ അതെ അച്ഛന്മാരും ഒക്കെ. പിന്നെ അല്പസ്വല്പ കാര്യത്തിനൊന്നും വേണ്ടിയിട്ട് യാതൊരു തരത്തിലൊരു അലങ്കോലം ഉണ്ടാക്കുകയോ പുറത്തടയ്ക്കുകയോ. എന്നിട്ട് അവർ എന്നാ ചെയ്യാൻ പറ്റാവുന്ന അവർക്ക് പറ്റാവുന്നതൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. അതാണ് വലിയ കാര്യം. അങ്ങനെയല്ല ചെയ്യണ്ടേ? അങ്ങനെയല്ലേ വേണ്ടേ? അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് ഇതൊന്നുമില്ല. ഞാൻ അതിനെ പറ്റി ഒരു അച്ഛന്മാരായാലും ഒരു സിസ്റ്റർമാരായാലും ഒന്നും ഒരു മനുഷ്യർക്ക് ഒരു രോഗികളെ നോക്കുമോ, ഒരു ശുശ്രൂഷ ചെയ്യുമോ, ഒരു പൈസയുടെ മുതൽ മുടക്കി തോർക്കുമോ ഒന്നും ചെയ്യല അതിനാ അവര്. അതിനായിരുന്നു കാരണം അന്നത്തെ കാലം. ആ അന്നത്തെ കാലത്താ. അന്നത്തെ കാലത്ത് പൈസ ഇല്ലായിരുന്നു, അതായിരിക്കും. അന്ന് അവർക്ക് കഴിയാൻ പോലും പൈസ ഇല്ലല്ലോ. എന്തോരം കിട്ടിയാലും തികയല്ല. ആ അവർക്ക് ഓരോ പരിപാടികൾ ചെയ്യണ്ടേ, ഓരോ കാര്യങ്ങൾ അവരെ നടത്തണ്ടേ, അതിനു വേണ്ടിയാ. അതുകൊണ്ടാ. ഇപ്പം പിന്നെ കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉണ്ടാകുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ? എവിടെയാ കിടക്കണേ? കിടക്കണ സ്ഥലം അറിയത്തില്ലേ? കിടക്കണ സ്ഥലം അറിയത്തില്ലേ? തറവാട്ടിലല്ലേ കിടക്കുന്നേ? എവിടെയാ വെച്ചത്? കിടക്കാൻ കപ്പ കൊണ്ട് കഴുകി വെച്ചേ ചെല്ല്. കപ്പേ അത് കഴുകി വെച്ചേ അങ്ങ് നടക്കുക. അപ്പൊ ഞാൻ കാണിച്ചു തരാം കിടക്കണത് എവിടെയാന്ന്. അമ്മയ്ക്ക് അറിയുകയൊക്കെ ചെയ്യാം. അമ്മ ചുമ്മാ എന്നെ പറ്റിക്കുന്നതാ. ആണോ? ആ പിന്നെ ഞാനത് 2 ദിവസം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു ദിവസം എന്നോട് ചോദിച്ചിട്ട് ഞാൻ മിണ്ടിയില്ല. അമ്മ എന്നാ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാ നോക്കി. അപ്പൊ അമ്മ തന്നെ മുറിയിൽ പോയി അവിടെ തന്നെ ചോദിച്ചിട്ട് തന്നെ പോയി കിടന്നു. അപ്പൊ എന്നെ പറ്റിക്കുന്നതാ. എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാനായിരിക്കും അല്ലേ അമ്മേ? ചീര
അത് ചീര നാളെ കറി വെക്കാൻ വേണ്ടിട്ടേ ഞാൻ അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അതിന്റെ വെള്ളം എല്ലാം വാർന്നു പോകാൻ. ഇപ്പൊ കൊളസ്ട്രോൾ വന്നപ്പോ നമ്മള് സ്ഥിരം ചീര തീറ്റയാ. കിട്ടോമേ ഞാൻ കിട്ടോമേ അമ്മേ, കൊളസ്ട്രോൾ വന്നോണ്ടൊന്നും അല്ല. കൊളസ്ട്രോൾ വന്ന പിന്നെ ജോമോള് സ്ഥിരം ചീര തീറ്റയാ. ചീര കൊളസ്ട്രോൾ വന്നോണ്ടൊന്നും അല്ല. കൊളസ്ട്രോൾ വന്ന പിന്നെ ജോമോള് സ്ഥിരം ചീര തീറ്റയാ. ചീര ഇത് മേടിച്ച് ഇതൊക്കെ പറിച്ച് തിന്നുവാ. നല്ലതാണോ അതൊക്കെ? തിന്നാനുണ്ടല്ലോ കുഴപ്പമില്ല, രുചി തോന്നുന്നുണ്ട്. പണ്ടൊന്നും തോന്നിയല്ലായിരുന്നു. എന്നാമേ ഇതെല്ലാം തിന്നാവുന്നതാണോ? ഇതാരാ കൃഷി ചെയ്തതാ? കൃഷി ചെയ്യുന്നല്ലോ ഇവിടെ ചുമ്മാ കുഴിച്ചു ഇപ്പൊ ഞാൻ കൃഷി ചെയ്ത 2-3 ചോട് മാറ്റി കുഴിച്ചു വെച്ചായിരുന്നു. ആണോ? ആ അങ്ങനെ എന്തായാലും ഉണ്ടായതാ. എന്നാ വെച്ച? ആ മീനാ കറി വെക്കാനാ. ആ എന്നാ അമ്മ അവിടെ പാത്രം വെച്ച് പൊക്കോ, മുറി രോമം കാണിച്ചു തരും. കറി വെക്കത്തില്ല. ഇന്ന് കറി വെക്കാനുള്ളതാന്നേ. അമ്മേ പാത്രം അവിടെ വെച്ച് പൊക്കോ, രോമം മുറി കാണിച്ചു തരും. ഇതിന് ബസ്സാറ് വേണ്ടല്ലോ, മുറി കാണിച്ചു തരുമെന്ന്. മുറിയോ? ആ കിടക്കണ മുറിയേ പറഞ്ഞില്ലായിരുന്നോ? ഉണ്ടോ? ഈ നിൽക്കുന്നത് ആരാ? ആ ഇപ്പൊ മനസ്സിലായോ? പിന്നെ ആ അതാണോ അമ്മയുടെ മകൻ ജോമോൻ? ആണോ? എലിക്കുട്ടിയുടെ മകൻ ജോമോനാണോ അത്? അതെ. അതെ അല്ലേ? അതെങ്ങാണ്ട് പോകാൻ റെഡിയായി നിൽക്കും. അമ്മയുടെ കൂടെ പൊക്കോ കേട്ടാ. ഒരുങ്ങി പാൻസ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ? പാൻറ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ? കാലത്തെ പാൻറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന കണ്ടോന്ന്. അന്ന് അമ്മയുടെ കൂടെ പൊക്കോ. പോണുണ്ടോ? കിടപ്പാനാ? ആ അങ്കമാലിയിൽ എങ്ങാണ്ടൊക്കെ പോവാന്ന്. ഞാനൊന്നും പോകും. ആ പൊക്കോ, എന്നാ അതിലൂടെ പോകും. മകനല്ലേ പൊക്കോ. അങ്ങോട്ടൊക്കെ പോകേണ്ട കാര്യം. ആ സാരില്ല, മകനല്ലേ കൊണ്ടുപോകോളൂ. എടുത്തോണ്ട് പൊക്കോളും. അത് എനിക്ക് മേല. മേലേക്ക് എടുത്തോണ്ട് പൊക്കോളും. എടുത്തു കൊണ്ടുപോക്കോളും. എടുത്തോണ്ട് പൊക്കോളും. അമ്മ എടുത്തുകൊണ്ട് നടന്നതല്ലേ? എടുത്തോണ്ടോ? ആ ആരെ? അമ്മേനെ. പിന്നെ അമ്മ ഇതിനെ എടുത്തോണ്ട് നടന്നതല്ലേ? ഇതൊന്നും വേണ്ട. എന്നാ ഞാൻ പോവാ, പോരുന്നുണ്ടോ? ഞാൻ പോവാ, പോരുന്നുണ്ടോ? നോക്കൂ. അപ്പൊ അമ്മ വന്നില്ലേ? അമ്മ വന്നില്ലേ? അത് ഇപ്പൊ ഈ രാത്രിയില്ല. ആ കല്യാണമാ. കല്യാണത്തിന് പോവാന്ന്. കല്യാണം? ആ ഞാൻ കല്യാണത്തിന് വന്നു. അപ്പൊ ഞാനും പോവാ. നീ നോക്കൂ. അപ്പൊ ഇവിടെ ആരും ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. തന്നെ ഇരുന്നോളുവോ? ഞാൻ വേറെ ഉള്ള വീട്ടിൽ പോകും. വേറെ ആരും ഇല്ല, എവിടെയെങ്കിലും ആരും ഇല്ല. പിന്നെ അവിടെ ഞങ്ങളോട് പോയി. ആരുടെ ചേട്ടാ നീ പോണം? ഞാൻ ആരുടെ കല്യാണത്തിന് പോണില്ലേ? അമ്മയുടെ മകനാ പോണത്. പിന്നെ ആ നീ എന്തിനാ പോണം? നീ ഇവിടെ ഇതാക്കും കത്താൻ പറയും. ചായ അത് വിവാന് തണുത്ത് മരച്ചിട്ടേ കുടിക്കുള്ളൂ. കൊണ്ട വെച്ചിരിക്കുക. അതെയാ? വിവാന്റെതാ. ഞാനും വിവീനായൊക്കെ ഇവിടെ ഇല്ലേ? വിവീന ഇല്ല, പഠിക്കാൻ പോയിരിക്കുക. വിവീനാനെ വിളിക്കട്ടെ, അവിടെ എങ്ങാനും നിൽക്കട്ടെ. എനിക്ക് സമാധാനം വേണം. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും. എന്നാ പഠിക്കാൻ പോണെങ്കിലേ? നേഴ്സിംഗ്. അമ്മ ചുമ്മാ വിളിച്ചു വരുത്തും. വിവീന 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 എന്ന് പറഞ്ഞു. 2 ആഴ്ച ഉള്ളിൽ പെണ്ണ് ഇവിടെ പറഞ്ഞു വരും. എന്നിട്ട് ഞാനും അവളും തമ്മിൽ വഴക്കാം. പറഞ്ഞ അന്ന് അനുസരിക്കാലോ. അവിടെ എനിക്ക് ദേഷ്യം വരും. ഞാൻ വല്ലതൊക്കെ പറയും. ഇത്രയും 10-20 വയസ്സായ പെണ്ണല്ലേ, വല്ലതൊക്കെ പറഞ്ഞ അനുസരിക്കണ്ടേ? പിന്നെ ആ അമ്മയാ വഷളാക്കിയത്. അത് എല്ലാ കാര്യങ്ങളും അല്ലേ? മനസ്സിലാക്കുകയും ചെയ്യും. അമ്മ കൊഞ്ചിച്ച് വഷളാക്കിയതല്ലേ? അവളെ കൊഞ്ചിച്ച് വഷളാക്കിയതല്ലേ വിവീനാനെ? ആ സഹായം ചെയ്താ. ഇവിടെ നിന്ന് കുടിച്ച ഗ്ലാസും കപ്പും ഒക്കെ അമ്മ കൊണ്ട് കഴുകി വെച്ചാ പഠിപ്പിച്ചേ. ഞാൻ അമ്മയുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മ കൊണ്ട് കഴി വെക്കരുതെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വളർത്തുദോഷാന്ന് പറയല്ലേ എല്ലാവരും. വളർത്തുദോഷാന്ന് എന്നെ എല്ലാവരും കുട്ടിപ്പിക്കുന്നേ. പിന്നെ അതേനേ, അത് വല്യമ്മമാർക്ക് എങ്ങനെയാ കൊച്ചുമക്കളോടല്ലേ? അതൊരു പ്രായമായ പിന്നെ എടുത്തോളൂണ്ട് അല്ലേ? എല്ലാം മനസ്സിലാവും. കെട്ടിച്ചു കൊടുക്കണം. മറ്റേതൊക്കെ നമ്മൾ അലച്ചിനും തൊഴുത്തും നടക്കുമ്പോഴായി ഇച്ചിരി അറ്റവും മൂലയൊക്കെ തൊട്ട് കഴിച്ചും ഈ ദേശീയ അരിച്ചൊക്കെ വന്നത്. ചെയ്ത് തൊട്ടാതെ വരുമ്പോൾ നമ്മൾ കുറ്റം പറയുക ചെയ്യേ. സമയം പോണം. അയ്യോ, അതിന് വെള്ളം കൊടുത്തായിരുന്നോ മാനെ? മാനെ പശുവിന് വെള്ളം കൊടുത്തായിരുന്നോ? പിന്നെ കിടന്ന് ഉറക്കാണോ എപ്പോഴും? അതാണ്ട് മുറിയിലിരിക്കുന്ന ആ പശുവിന് ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ. പശുവിനെ ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുക്കാൻ പറ. അവന്റെ പശുവല്ലേ? 10-12 വയസ്സാ. പശുവിനെ കറക്കണ പ്രായമായി. ഞാൻ പറഞ്ഞില്ലേ അമ്മ ഒച്ചുവെക്കൾ എടുക്കണമെന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന്. അത് തുറന്നു പോയി. അതിന്റെ എല്ലാം പോയി. ഇനിയിപ്പൊ അതിനെ ശരിയാക്കണം.
അതിൻ്റെ ലോക്ക് നിൽക്കുന്നില്ല. അവനെ എവിടെയാ? അവനവിടെ. അവന് പശു വേണ്ട, അവനല്ല നിർബന്ധം. അവനാണ് പശു വേണ്ടത്. ഇതിനകത്ത് ഞാൻ അത് അവനാന്നേ. ആ പശുവിന് വെള്ളം കൊണ്ട് കൊടുത്താൽ മതി. പശു ഞാനേ ഞാനേ അതിവിടെ കിടന്ന് ഉറങ്ങുക. കുറച്ച് വർഷമാണോ തലയൊന്നും കാണാനില്ലല്ലോ. അവന് ഓർക്കാം. അതെന്നാ അത് തലടിക്കാതെ പൂട്ടി വെച്ചേക്കോടോ. ഞാനേ പശുക്ക് വെള്ളം കൊടുക്കാൻ അടിച്ചേപ്പീരമ്മേ, ഒരു അടി വെച്ചു കൊടു. അവനും കഴിക്കുകയല്ല. ആ, അമ്മ നല്ല അടി കൊടുക്കാഞ്ഞിട്ടാ. ഈ തലയൊക്കെ ഇങ്ങനെ മൂടിപ്പിച്ച് കിടന്ന എങ്ങനെയാടാ? ശ്വാസം കിട്ടൂടാ? വില അടക്കത്തില്ലല്ലോ. ഏ, ജനലി അടക്കിയിട്ടില്ലല്ലോ. അതാ ലോക്ക് അവിടെ ഉടക്കി കിടക്കുന്നുണ്ടല്ലേ? ആ ലോക്ക് ഉടക്കി കിടക്കുന്നുണ്ടാന്നേ. എന്നാലും പിന്നെ എങ്ങനെ ഇവിടെ കിടക്കണം? അതൊക്കെ അവൻ അടച്ച് കിടന്നോളും. അമ്മ എന്തിനാ അതായിട്ട് പണിയുന്നത്? ഇങ്ങനെ പോര്. എന്നാ അതായിട്ട് അമ്മ പണിയുണ്ടാ, ഇങ്ങനെ പോര്. അവൻ പണിതോളും. അവനല്ലേ അവിടെ കിടക്കണേ. എന്നതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഒച്ചേ എടാ മോനെ, ഒച്ചേ ഒച്ചേ മോനെ കേൾക്കണില്ലേ? പശുവിന് വെള്ളം കൊണ്ട് കൊടുക്കാൻ പറ. എന്നാ ഇങ്ങനെ കിടക്കണ? ചായയൊക്കെ കുടിച്ചതല്ലേ? ചായ കുടിച്ചില്ല. അവൻ്റെ ചായ അല്ലേ ഇവിടെ എടുത്ത് വെച്ചേക്കണേ? ഇല്ലേ? ആ, ഇവിടെ എടുത്ത് വെച്ചേക്കണം അവൻ്റെ ചായ. കുടിച്ചില്ലേ? ആ, ഞാൻ കുടിക്കണമല്ലോ. ഉം. എന്നാ മാനിങ്ങനെ കിടക്കണം? എന്നാ പറ്റേ? ചൂടൊന്നുമില്ല, പനിയൊന്നുമില്ല. ഭക്ഷണം കഴിക്കാഞ്ഞിട്ടായിരിക്കും. അവൻ ചുമ്മാ കിടക്കണമെന്നേ. പണിയൊന്നുമില്ലല്ലോ. വല്ല പണിയൊക്കെ ചെയ്യിക്കാനേ അമ്മ. പനിയൊന്നുമില്ല. വല്ല വല്ല പണിയൊക്കെ എടുപ്പിക്കാൻ. എന്നാ പണി. പനിയോ? ആ, എന്നാ പണിയോ? പണി എന്നൊക്കെ എടുപ്പീര്. പണി എടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഈ ചുമ്മാ ക്ഷീണം ഉണ്ടാകുന്നത്. പണി ചെയ്യുന്നവർക്കൊന്നും ക്ഷീണം ഉണ്ടായില്ല. കളിപ്പിക്കുവായിരുന്നു. ഏ, തൂമ്പയൊക്കെ പിടിച്ച് കളിക്കുമായിരുന്നു. ആരാവനോ? ആനെ മിക്കവാറും. ഏറ്റവും എല്ലാം കഴിക്കാൻ വരാം. തൂമ്പ എടുത്ത് കളച്ചാൽ അവൻ്റെ ക്ഷീണം പകുതി മാറും. തൂമ്പ എടുത്ത് കളച്ചാൽ അവൻ്റെ പകുതി ക്ഷീണം മാറും. തൂമ്പ എടുത്ത് കളച്ചാൽ അവൻ്റെ പകുതി ക്ഷീണം മാറും എന്നാണ് പറഞ്ഞത്. തൂമ്പ എടുത്ത് കളയൊന്നും പറ്റിയല്ല. ആർക്ക്? ചായ ഇരിക്കുന്ന ആരുടെയാ? ചായ അവൻ്റെയാ. അവൻ്റെ ചായയാന്നേ. വീനാടിയാണോ? വിവീനയുടെ അല്ല. വിവീന ഇവിടെ ഇല്ലല്ലോ. വിവീന ഇവിടെ ഇല്ലല്ലോ. എന്നാ വിവീന ഇവിടെ ഇല്ലെന്നേ. എവിടെയാ? അവള് കോളേജിലല്ലേ? അവിടെ പോയി. കോളേജിലല്ലേ? പഠിക്കുന്നിടത്തല്ലേ? അവളോ? ആ, അവളിവിടെ ഇല്ലേ? ഇല്ല. പിന്നെ ചായ ഇവിടെ അതാ വെച്ചാൽ അവന്റെ വിവാന്റത്. അവൻ തണുത്തിട്ടേ കുടിക്കുള്ളൂ. ചൂടോടെ കുടിക്കുകയല്ല. വീന എന്നാലും അവിടെ ഇനി എന്നാ വന്ന? അവിടെ ഇനി 2ാം ശനിയാഴ്ച വരും. ഒരാഴ്ച അങ്ങനെ കഴിയുമ്പോ വരും. എന്നാലും പഠിത്തമൊക്കെ തീരുവോ? അയ്യോ, ഒന്നും ആയില്ല. ഇല്ല. ഇനിയുണ്ട് 2.5 വർഷം കൂടെ. 2.5. നേഴ്സിങ്ങിന് പഠിക്കുന്നു. ആ. ഓ, വലിയ ഭാര. ആ. ഇതിനകത്ത് ആയിരിക്കും. അതേന്നേ. കടക്കാറായി. അമ്മ കടന്നോ? ഞാൻ പണിയൊക്കെ ഉണ്ട്. നീ ഓട്ടെ, പശുവിന് വെള്ളം കൊടുക്കാനൊക്കെ ഉണ്ട്, മീൻ കറി വെക്കാനുണ്ട്, പുല്ല് പറിക്കാനുണ്ട്, ഒത്തിരി പണിയുണ്ട് കേട്ടാ. പത്ര എന്തോ ആളായില്ലേ? ആ, പിള്ളേരാ. പരീക്ഷ എഴുതിയ പിള്ളേര്. പരീക്ഷ എഴുതിയ പിള്ളേരെ ഫോട്ടോയാ. അതല്ല. രാത്രിയായ പിന്നെ പിള്ളേർ പണിയൊക്കെ നടക്കുകയില്ല. രാത്രിയായാലോ? പിന്നെ അവർക്ക് എല്ലാം കഴിച്ചേരും വെളുത്തും കിടക്കണമെന്നുള്ളൂ. എപ്പം? വൈകിട്ടാ? അത് സന്ധ്യ ആയാലല്ലേ? സന്ധ്യ ആയില്ലല്ലോ. സന്ധ്യയായി. വൈകുന്നേരം ആയതല്ലേ ഉള്ളൂ. വൈകുന്നേരം ആയതേ ഉള്ളൂ. ഒന്നും എന്തോ ഇല്ലല്ലോ. ആ, ഈ വണ്ടി ഇതേവരെ പൊക്കാറായില്ലേ? ഏത് വണ്ടി? അത് അടുത്ത് ഈ 2-3 ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോക്കോളും. 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ കൊണ്ടുപോക്കോളും. കൊണ്ടുപോക്കോളൂ. ആ, കപ്പിലാൻ്റെ ഓട്ടെ എന്തോ ഒരു കപ്പിലാങ്ങായ വീട് കിടക്കണം. അമ്മയാ? അമ്മ കിടക്കണ സ്ഥലം അറിയത്തില്ലേ? അമ്മ കിടക്കണ സ്ഥലം അറിയത്തില്ലേ? എവിടെയാ? അവിടെ എൻ്റെ ഫാനൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഫാനൊന്നും ഓഫാക്കാതെ ഇറങ്ങി പോകുന്നത്. ആ, അവിടെയല്ലേ?
ആ എന്നാൽ പോയി കിടന്നോ. അതാ പശുവിന് വെള്ളം കൊടുക്കാൻ പോവാണോ? ഇവിടുത്തെ അമ്മ എന്തി? ഇവിടുത്തെ അമ്മയാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന അമ്മ എന്തി? ഇതാന്നേ, വരും. ഇതാ അത്. ഞാനെങ്ങനെയായിട്ട് പിന്നെ ആരാ ഇവിടുത്തെ അമ്മ? ഇവിടുത്തെ അമ്മയുടെ പേരാ ചേർത്ത്. ആ ഇവിടുത്തെ അമ്മ ഏലിക്കുട്ടിയാ. ഏലിക്കുട്ടി എന്നാ ഇവിടുത്തെ അമ്മയുടെ പേര്. അമ്മ എവിടെ പോയി? ഇവിടുത്തെ അമ്മ ഏലിക്കുട്ടിയാന്നേ. ഇവിടുത്തെ അമ്മ ഏലിക്കുട്ടിയാ. എങ്ങനെ? ആ പിന്നെ ആരാ ഇവിടുത്തെ അമ്മ? പിന്നെ പിന്നെ ഇവിടുത്തെ അമ്മയുടെ പേരെന്നാ? അമ്മയ്ക്ക് പ്രായം ചെന്നായി. ആ അമ്മയ്ക്ക് പ്രായം ചെന്നല്ലേ. എലിക്കുട്ടിക്ക് എന്നാ വയസ്സുണ്ട്? എന്നിട്ട് അമ്മ എന്തി? എലിക്കുട്ടിക്ക് എന്നാ വയസ്സുണ്ട്? അമ്മ എവിടെയാ? അമ്മ താണ്ട നിൽക്കുന്നു. ഈ അമ്മ എവിടെയുള്ളൂ, എലിക്കുട്ടി അമ്മ എവിടെയുള്ളൂ. എനിക്ക് 40 വയസ്സ്. 40 വയസ്സുള്ളോ? പിന്നെ അത്രയുണ്ടല്ലേ? പിന്നെ ആഹാ, അപ്പം എന്നെക്കാളും പ്രായം കുറവാണോ? 45 ഉണ്ട്. 45 ഉണ്ടോ? അപ്പം എന്നെക്കാളും പ്രായം കുറവാ. എന്നെക്കാളും പ്രായം കുറവാ ആർക്കാ? അമ്മയ്ക്ക്. എലിക്കുട്ടിക്ക് വയസ്സ്. നിന്നേക്കാളും പ്രായക്കുറവാണോ? ആ നിന്റെ അമ്മയാണോ? ആ എൻ്റെ അമ്മയ്ക്ക് 10-90 വയസ്സുണ്ട്. എത്രയാ? 10-90 വയസ്സുണ്ട്. 85 വയസ്സുണ്ട്. 85 90. 85 വയസ്സ്. എന്നാ 85 വയസ്സുണ്ടെന്നേ. എന്നാ 85 വയസ്സ്. ആ അത്രയായില്ലേ? ആ അത് നല്ല ഭയങ്കര വയസ്സല്ലേ? ആണോ? നടക്കൊക്കെ ചെയ്യാമോ? പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുക. ഭക്ഷണം കഴിക്കാം. എലിക്കുട്ടിയുടെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? പള്ളിയിലും പോയല്ലേ? പള്ളിയിലൊന്നും പോകത്തില്ല. ഇല്ലേ? ആ ആ നടക്കത്തില്ലേ? നടക്കാം, പക്ഷെ അത്രയൊന്നും നടക്കത്തില്ല. അത് പള്ളി അകലായിരിക്കും അല്ലേ? പള്ളിയൊക്കെ അടുത്താ. പിന്നെ എന്നാ നടക്കാൻ ആ പറ്റും? നടക്കാം, അത്രയും നടക്കാൻ പറ്റിയില്ല. ഇത്രയും നടക്കുമ്പോൾ ക്ഷീണമാണ്. പള്ളിയൊക്കെ ഇരിക്കുന്നത് നിരപ്പുള്ളിടത്തല്ലേ? ആ പള്ളി നിരപ്പുള്ളതൊന്നുമല്ല, കുന്നേലൊക്കെയാണ്. പള്ളികൾ കൂടുതലും കുന്നും പുറത്താണ്. നിരപ്പിലൊക്കെ പള്ളികൾ കുറവാണ്. മലമുകളിൽ ദേവാലയം പണിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചോദിക്കണം കിടക്കണ കാര്യം. കിടക്കണ കാര്യം എവിടെ കിടക്കണേ? ചിലപ്പോൾ വണ്ടി വന്നിട്ട് ആ എലിക്കുട്ടിയമ്മയുടെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 2 വണ്ടി. എലിക്കുട്ടിയമ്മയുടെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന്? എൻ്റെ അമ്മയ്ക്ക് 90 വയസ്സായി. 90 വയസ്സായോ? 90. അത്രയും വയസ്സുണ്ടോ? പിന്നെ ഏ പിന്നെ ഇല്ലേ ആഹാ. അവരുടെ മക്കൾക്ക് എത്ര വയസ്സുണ്ടോ? ആ മക്കൾക്ക് എത്ര വയസ്സൊക്കെ ഉണ്ട്? അമ്മയ്ക്ക് 40 വയസ്സല്ലേ ഉള്ളൂ. അമ്മയ്ക്കിപ്പം 90. ആ അല്ല എലിക്കുട്ടിക്ക് 40 വയസ്സല്ലേ ഉള്ളൂ. 90 കഴിഞ്ഞ്. ആണോ? എലിക്കുട്ടിക്ക് അന്നേരം എത്ര വയസ്സുണ്ട്? 40 വയസ്സല്ലേ ഉള്ളൂ. എലിക്കുട്ടിക്ക് 40 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ആ അങ്ങനെയൊന്നുമില്ല. ആ പിന്നെ എൻ്റെ വണ്ടി പോകും. ആ വണ്ടികൾ വഴിയേ പോട്ടെ. വണ്ടികൾക്ക് പോകാനല്ലേ വഴി ഉണ്ടാക്കിയിട്ടേക്കണേ. കിടക്കുന്നില്ലേ? വണ്ടി അത് സാധനമായിട്ടാണ് പോകണം. ആ വണ്ടി നിറച്ച് സാധനമായിട്ടാണ് പോണേ. ഇനി എവിടെയാ കിടക്കണം? കിടക്കണ മുറി ഞാൻ കാണിച്ചായിരുന്നല്ലോ. ആ കിടക്കണ മുറി ഞാൻ കാണിച്ചു തന്നാണല്ലോ. എവിടെയാ മോളെ കിടക്കണം? അമ്മ മാരോട് ചോദിച്ചാ പോരാ, ഇത്രയും നേരം ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഇത്രയും ദൂരം വന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? മാരോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ പറഞ്ഞു കൊടുത്താണല്ലോ. ഇവിടെ കിടക്കണ കാര്യമല്ല. ഇത് അടുക്കളയാ. ഇത് അടുക്കളയാന്നേ. ആ അവിടെയാ ഞാൻ കിടക്കണേ. അമ്മയുടെ മുറിയുണ്ട്, അവിടെ ഉണ്ട്. അമ്മയുടെ മുറിയേ ഇത് അവിടെയാ. അമ്മ എന്നോ അങ്ങനെ മോളെ കാണിച്ചു. അമ്മ പൊക്കോ, ഞാൻ കാണിച്ചു തരാം. ഈ മുറിയാണോ? ഈ മുറിയാണോ? ഇത് പരിചയമുണ്ടോ? പിന്നെ ഇതെല്ലാം ഇപ്പോൾ കിടന്നോട്ടെ. ആ മുറിയാ. ഇതെല്ലാം കിടന്നോട്ടെ. ആ അവിടെ ആവട്ടെ കിടക്കണത്. ഇപ്പൊ ഇതാണ് പരിപാടി. മുറി മറന്നു പോവുക ചില സമയത്ത് അല്ലേ. ചാത്തനെല്ലാ കൂട്ടവും ഇവിടെ കിടക്കാനുള്ള ഇതൊക്കെ ഓരോന്നും ഉണ്ടാക്കി ശേഷം ആണോ? ചാച്ചനുണ്ടാക്കിയതാണോ അതൊക്കെ? ചാത്തനങ്ങനെയാണ്. ആ എവിടെ ചെന്നാലും എന്നാ കണ്ടാലും അതൊക്കെ എടുത്ത് ആ ശരിയാവും. ശരിയാക്കി വെക്കും അല്ലേ? ഭംഗി വൃത്തിയാക്കി വെക്കും അല്ലേ? ആർക്കും ദോഷം വരാത്തതായിട്ട്. ആ ആ ഈ
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.